എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ചില അറിയിപ്പുകൾ വന്നിട്ടുണ്ട്. മഞ്ഞ, പിങ്ക്, നീല, വെള്ള റേഷൻ കാർഡുള്ളവരെല്ലാം ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ്. നിലവിൽ 2 ലക്ഷത്തോളം ആളുകളുടെ റേഷനാണ് നിർത്തലാക്കിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ നീല, വെള്ള റേഷൻ കാർഡിൽ ഉൾപ്പെട്ടിട്ടുള്ള 50,000-ഓളം ആളുകൾക്ക് ഇനി 50,000 കാർഡുകൾക്ക് ഇനി സൗജന്യ റേഷനും പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പുതുതായിട്ട് BPL കാർഡ് വിതരണം ചെയ്യുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളാണ് വീഡിയോയിൽ പറയുന്നത്. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് കിടക്കുന്നുണ്ട്. കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. സംസ്ഥാനത്ത് പുതുതായി അനുവദിച്ചിട്ടുള്ള മുൻഗണനാ റേഷൻ കാർഡുകൾ ഇന്നു മുതൽ വിതരണം ആരംഭിക്കും. സർക്കാർ 5,15,615 പുതിയ റേഷൻ കാർഡുകൾ അനുവദിച്ചു. 4,59,929 മുൻഗണനാ റേഷൻ കാർഡുകളും ഇതുവരെ അനുവദിച്ചിട്ടുണ്ട്. ഇതിനു പുറമെയാണ് 600,000 പേർക്ക് കൂടി മുൻഗണനാ റേഷൻ കാർഡുകൾ അനുവദിക്കുന്നത്. നവംബർ 15 മുതൽ ഡിസംബർ 15 വരെ ഓൺലൈനായി ക്ഷണിച്ച അപേക്ഷയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ മുൻഗണനാ റേഷൻ കാർഡുകൾ വിതരണം ചെയ്യുന്നത്. കാർഡിന്റെ വിതരണ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് ഔദ്യോഗികമായിട്ട് നിർവഹിക്കുന്നതാണ്. ആകെ 75,563 അപേക്ഷകളാണ് വന്നത്. ഇതിൽ 73,970 അപേക്ഷകളും അർഹരാണ് എന്ന് കണ്ടെത്തി എങ്കിലും 600,000 പേർക്കാണ് ഇപ്പോൾ ഇത് വിതരണം ചെയ്യാനുള്ള അവസരം ഉള്ളത്. അതിൽ നിന്നും നിശ്ചിത മാനദണ്ഡങ്ങൾ കണക്കാക്കി 30 മാർക്ക് കണക്കാക്കിയപ്പോൾ വീണ്ടും അത് 63,861 ചുരുങ്ങി. അതിൽ 50,000 ആളുകൾക്കാണ് ഇപ്പോൾ മുൻഗണന റേഷൻ കാർഡുകൾ വിതരണം ചെയ്യുന്നത്. ബാക്കിയുള്ള ആളുകളെല്ലാം അർഹരാണ് എങ്കിലും അവർക്ക് ഇപ്പോൾ നൽകാൻ ഒഴിവില്ലാത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ മുൻഗണനാ റേഷൻ കാർഡുകൾ നൽകുന്നത്. അതുകൊണ്ട് തന്നെ കർശനമായിട്ടുള്ള പരിശോധന വീണ്ടും ആരംഭിക്കും. അനർഹരാണ് എന്ന് കണ്ടെത്തിയാൽ അവരെ പുറത്താക്കുകയും പിഴ ഈടാക്കുകയും ചെയ്യും. അനർഹരായ മുൻഗണനാ റേഷൻ കാർഡുകൾ കൈവശം വെച്ചവരെ കുറിച്ച് നിങ്ങൾക്ക് വിവരങ്ങൾ അറിയിക്കാവുന്നതാണ് എന്നും സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചിട്ടുണ്ട്. ബാക്കിയുള്ള ആളുകൾക്ക് ഒഴിവ് വരുന്ന മുറയ്ക്ക് മുൻഗണനാ റേഷൻ കാർഡുകൾ അനുവദിച്ച് നൽകുമെന്നുമാണ് ഡിപ്പാർട്ട്മെന്റ് അറിയിപ്പ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതുവരെ നീല, വെള്ള റേഷൻ കാർഡിൽ ഉണ്ടായിരുന്ന വിഹിതങ്ങളൊന്നും ലഭിക്കാത്ത ആളുകൾക്ക് സൗജന്യ റേഷൻ ലഭിക്കാൻ പോവുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ്. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, സംസ്ഥാനത്ത് മുൻഗണനാ റേഷൻ കാർഡുള്ളവരോട് മസ്റ്ററിംഗ് ചെയ്യാൻ പറഞ്ഞിരുന്നു. ഇതുവരെ മസ്റ്ററിംഗ് ചെയ്യാത്ത 2 ലക്ഷത്തോളം ആളുകളെ സൗജന്യ റേഷൻ താൽക്കാലികമായി നിർത്തലാക്കി എന്നുള്ള അറിയിപ്പും കൂടി വന്നിട്ടുണ്ട്. വരും മാസങ്ങളിൽ അവരുടെ റേഷൻ ലഭിക്കുകയില്ല. കൂടുതലും വിദേശത്തുള്ളവരും അതുപോലെ തന്നെ വിദേശത്ത് പഠിക്കാൻ പോയിട്ടുള്ള വിദ്യാർത്ഥികളുടേതുമാണ് ഇങ്ങനെ നിർത്തലാക്കിയിട്ടുള്ളത് എന്നാണ് വിവരം. ഏറ്റവും കൂടുതൽ ആളുകൾ ഇപ്പോൾ മസ്റ്ററിംഗ് പൂർത്തീകരിച്ചിട്ടുള്ളത് കേരളത്തിലാണ്. എന്തായാലും മസ്റ്ററിംഗ് പൂർത്തീകരിക്കാത്തവരുടെ റേഷൻ മുടങ്ങുകയാണ് എന്നുള്ള മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പാണ്. ഫെബ്രുവരി മാസത്തെ റേഷൻ വിതരണം ഇപ്പോൾ സജീവമായിട്ട് തുറന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് അനുവദിച്ചിട്ടുള്ള ഭക്ഷ്യവിഹിതങ്ങളെല്ലാം എല്ലാവരും പോയിട്ട് കൈപ്പറ്റണമെന്ന് പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പുതിയ റേഷൻ അറിയിപ്പുകളായിട്ട് നിങ്ങളെ അറിയിക്കാനുള്ളത്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോ നമുക്ക് കാണാം. ദൂരേക്ക് ബൈ.